സാക്ഷി ജീവിതം സാക്ഷി. അത് കഴിഞ്ഞ് വേറൊരിടത്ത് മരം വെട്ടാൻ വേണ്ടി പോയി അവിടെ ഒന്ന് ഒരു 9 ദിവസം എന്തൊരു വെട്ടിയെന്ന് തോന്നുന്നു. 9ൻ്റെ അന്ന് അവിടെ ഞാൻ കാണാൻ പാടില്ലാത്ത കണ്ട് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അല്ല ഞാൻ അവള് അഴുക്ക് മോശമാണെന്നൊന്നും വേറെ ആരോടെയും പറഞ്ഞിട്ടില്ല. എനിക്ക് ഇത്രയും കൊല്ലത്തിനിടയിൽ ഒരു സംശയം വന്നിട്ടുമില്ല. കൊല്ലായിട്ടിരുന്നാലും ആരും വന്ന് ഇടപെടൂല. കാരണം ഇയാൾ ഒളിച്ചിരുന്നായാലും അടിക്കും. അത് അയാളുടെ സ്വഭാവം. എന്നെ അടിച്ചാൽ ഞാൻ അടിക്കും. എന്റെ ചാർന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ അടിക്കും. ആരെയാലും അടിക്കും. എന്റെ പണ്ടേ ഉള്ള സ്വഭാവമാണ്. ഞാൻ അവരാരും ഒന്നും ചെയ്യാൻ പോയില്ല. എന്നെ എന്തിന് കൈയും കാലും കെട്ടിയിട്ട് അടിച്ചത്? എന്നെ ഞാൻ അടിക്കണ്ടേ? ഓ, ഈ പറഞ്ഞ ആളാണ്. ഓഹോ, അല്ല, ചീത്ത പറഞ്ഞെന്ന് ഇയാള് തന്നെ പറയുന്നുണ്ട്. ആരെങ്കിലും ചീത്ത പറയുന്നത് ശരിയാണോ? അങ്ങനെ പോയി അന്വേഷിക്കുമ്പോ അവിടെ 3-4 പേർക്കായിട്ട് ചേർന്ന് നിങ്ങൾ കഞ്ചാവ് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ മൊത്തത്തിൽ പോയി കഞ്ചാവ് വാങ്ങിച്ചു കൊടുക്കുന്നു, നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളൊരു. ഇല്ല, ഞാൻ ഉപയോഗിക്കത്തില്ല. എനിക്ക് അറിഞ്ഞും കൂടെ. എന്നെ പലതവണ എന്റെ വണ്ടി എന്റെ ഭാര്യ തന്നെ എന്റെ വണ്ടി സ്റ്റേഷനിൽ വിളിച്ചോണ്ട് പിടിക്കുമ്പോഴൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്റെ വണ്ടിക്കകത്ത് കഞ്ചാവുണ്ട്, മദ്യമുണ്ട്. ദേഷ്യം വരുന്നെന്ന് പറഞ്ഞാൽ സ്വന്തം തള്ളയൊക്കെയാണ് കൂട്ടി വെച്ച് പറയുന്നത്. സ്വന്തം തള്ളയെ സഹോദരിമാരെയൊക്കെയാണ് കൂട്ടി വെച്ച് പറയുന്നത്. ആക്കാണ് ദേഷ്യം വരാത്തത്. ഇപ്പൊ എത്രയോ കേസുകൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്കെതിരെ എടുക്കാമായിരുന്നു. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാനുള്ള ശിക്ഷയ്ക്ക് വകുപ്പായിട്ടുണ്ട് ഈ ഇത്രയും പറഞ്ഞു കേട്ടതിൽ നിന്ന്. ഓ, മനുഷ്യൻ ഇത്രയും ക്രൂരമാകാവോ? അവർക്ക് എന്തോ ആവാം, എനിക്കൊന്നും. അവരെന്തോ ചെയ്ത്? ഒരു പെങ്കൊച്ച് എന്തോ ചെയ്തെന്നാ പറയുന്നത്? 14 വയസ്സപ്പോ ഒന്നും അറിയാൻ വയ്യാത്ത കുഞ്ഞ് നിങ്ങളെ കൂടെ വിളിച്ചപ്പോ ഇറങ്ങി വന്നത്. എന്നിട്ട് അതിനെ വനത്തിലേതോ ഒരു വീട്ടിലാണ് കൊണ്ടുവന്ന് താമസിപ്പിച്ചേ. അവിടെ 4 ദിവസം, വേറൊരിടത്ത് പോയി 4 ദിവസം, വേറൊരിടത്ത് 4 ദിവസം. ഇവരുടെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം ഈ കൊച്ചുകൊച്ചിനെ വിളിച്ചുകൊണ്ടുവന്ന പ്രശ്നമാവും. അന്ന് ആ സമയത്ത് മാഡം പറഞ്ഞതുപോലെ ഒരു കേസ് അവരുടെ ഭാഗത്തുനിന്ന്, വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് കൊടുത്തെങ്കിൽ ഇയാള് ജീവിതം പാഴായി പോയനെ. നിങ്ങളുടെ ആ വീട്ടുകാരോട് തക്കതായ ശിക്ഷ കിട്ടിയിരുന്നെങ്കിൽ ഇയാള് ഈ ക്രിമിനൽ ആക്ടിവിറ്റി അന്നേ നിർത്തിയേനെ. അതെ, ആ വീട്ടുകാരത് ചെയ്തില്ല. അവർ അത്രയും നല്ലവരായി പോയി. നിങ്ങൾ അവരെ നല്ലവരായിട്ടല്ല, അവർക്ക് നിയമത്തെ കുറിച്ച് ബോധമില്ലാതായി. ബോധമില്ലാതെ ഈ പെൺകുട്ടിയോട് വലിയ സ്നേഹമാണ് അവർക്ക്. ഇത് കരയും. ആ പെൺകുട്ടി ഇയാളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇവിടെ പല കാര്യങ്ങളും ഭയങ്കരമായിട്ട് വെട്ടും കുത്തും നടന്നാക്കാ അത് ചിരിച്ചോണ്ടാ പറയുന്നത്. ഈ ചെയ്തതെല്ലാം ഹീനമായിട്ടുള്ള ക്രിമിനൽ കുറ്റങ്ങളാ. ഒരു അച്ഛനും അമ്മയും സഹിക്കാത്ത കുറ്റമാണ് നിങ്ങൾ ആ പെൺകുട്ടിയോട് ചെയ്തേക്കുന്നത്. ജഡ്ജസ് ഇവിടെ വന്ന് ചോദിക്കുന്നു, ഇനി അയാളോട് താമസിക്കണം, എന്റെ കൊച്ചിന്റെ അച്ഛനല്ലേ? അയ്യോ അയ്യോ, അതാ വീണ്ടും അച്ഛനെ ഉണ്ടാവാതിരിക്കുന്നതാ നല്ലത്. നിങ്ങൾ ബിജു വന്നത് ബിജുവിന്റെ ഭാഗം എല്ലാം ശരിയാണെന്ന് പറയാൻ മാത്രമാണോ, അതോ ആ കുട്ടിയുമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചാണോ? എന്താ നിങ്ങള്? അവള് പറയട്ടെ. ഞാൻ അവളെ എത്രയും ദ്രോഹിച്ചെന്നല്ലേ പറയുന്നത്. അങ്ങനെ പിന്നെ അവൾ എന്റെ കൂടെ താമസിക്കുന്ന എന്തിനാ? അവള് പറയട്ടെ. നിങ്ങളുടെ കൂടെ ആര് വന്നു? ഞാൻ അവളെ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ദ്രോഹിച്ചെന്ന്. അല്ല, നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ ബൈജു ഒരു തീരാ കുളിയുമായി കുളത്തി മുങ്ങത്തില്ലായിരുന്നല്ലോ. അന്ന് ഇനി വന്നേനെയല്ലോ. ലോകത്ത് ഗിന്നസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു കുളിയാണ് ബിജുവിന്റെ കുളി. ബക്കറ്റും സോപ്പും എടുത്തുകൊണ്ട് ഒരാൾ കുളത്തിലോട്ട് പോവുക, വെയിറ്റ് ചെയ്ത് കുറെ പേര് കുളത്തിൽ നോക്കുക ആളിനെ കാണാൻ. അന്നും ഓരോള്ള അന്വേഷണത്തിനൊടുവിൽ 1 മാസം കഴിഞ്ഞപ്പോൾ ആള് പ്രത്യക്ഷപ്പെടുക. എനിക്ക് പണിയുണ്ടായിരുന്നു. പണിക്ക് വെള്ളനടുത്ത് ചെല്ലാന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അല്ലെങ്കിൽ നേരത്തെ എന്റെ ഏത് ഭാഗത്തൂടെ പോയി? ഏത് ഭാഗത്തൂടെ പോയി? അവിടെ താഴെ ഇറങ്ങുന്ന റോഡാ. ശരി, ഇപ്പൊ നിങ്ങളുടെ കൂടെ ആര് വന്നിട്ടുണ്ട്? എന്റെ കൂടെ ഞാൻ പണിക്ക് പോണ മേശിരി വന്നിട്ടുണ്ട്. കൂടെ പണിക്ക് പോകുന്നത്. അത് നമുക്ക് ആ അഭിപ്രായം എത്ര മുഖവിലേക്ക് എടുക്കാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങളെ കുറിച്ച് അനുകൂലമായിട്ട് പറയാൻ വന്നൊരു വ്യക്തി. ഇത് നിങ്ങളുടെ കുടുംബകാര്യം. നിങ്ങളുടെ അച്ഛനമ്മമാരോ സഹോദരിയോ സഹോദരനോ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ അവർക്ക് ബാധ്യതയുണ്ട്, അല്ലേ? അവർക്ക് കാര്യത്തിൽ ചില ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന് വെക്കാം. ഈ കുട്ടിക്ക് ക്രൂരമായ പീഡനങ്ങൾ ഉണ്ടായേക്കുന്നു അവരുടെ അമ്മയുടെ ഭാഗത്തു നിന്ന് വളരെ. കാരണം ഇങ്ങനെ കയറി വന്ന ഒരുത്തി എന്നുള്ള രീതിയില് ഇതെല്ലാം ചുമ്മാ പറയണതാണ്. വീട്ടിൽ നിന്ന് അവര് പാല് കറന്ന് വയ്ക്കുന്ന പാലിനെ മോട്ടിച്ചോണ്ടൊന്ന് വിൽക്കാം. ഞാൻ കൊണ്ടുവച്ചിരുന്ന ലോൺ അടയ്ക്കാൻ കൊണ്ടുവച്ചിരുന്ന പൈസ, എന്റെ തിരിച്ചറിയ കാർഡ്, വണ്ടിയുടെ ബുക്കും പേപ്പറും, ആധാറിന്റെ കാർഡ്, ഇതെല്ലാം മോട്ടിച്ചും കൊണ്ടാണ് അവള് പെയ്യത്. അല്ല, അത് പോവാൻ നേരത്തുള്ള കാര്യം വിടൂ. ആ മേശപ്പുറത്ത് 500 രൂപ അതിന് പോവാൻ, കൊച്ചിനും അതിനും കൂടെ പോവാനുള്ള കാശ് കറണ്ട് ബില്ല് അടയ്ക്കാനെങ്ങാണ്ട് എന്തിനോ ഇവര് വെച്ചിരുന്നതാ മേശപ്പുറത്ത്. അതിന്റെ കയ്യിൽ 10 പൈസ ഇല്ല. 9,500 രൂപ എന്റെ മേശക്കകത്തിരുന്ന പൈസ ഞാൻ ലോൺ അടയ്ക്കാൻ. 9,500 അല്ല, 90 ലക്ഷം ആയിക്കോട്ടെ. നിങ്ങളുടെ ഭാര്യയാണത്. അതെങ്ങനെ മോഷണമാവും? അവർക്ക് ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് കൈ കാശിൽ എടുത്തോണ്ട് പോയി. അത് മോഷണമാവത്തില്ല. അതെങ്ങനെ ആവും? അപ്പൊ ആ വീട്ടിൽ നിന്ന്, അവരുടെ വീട്ടിൽ നിന്ന് അവരുടെ വാടകയോ ആയിട്ടോ എന്തെങ്കിലും ഇതായിട്ടോ നിങ്ങളുടെ വാങ്ങിച്ചിട്ടുണ്ടോ? ഒരു പൊടിക്കൊച്ചിനെ നിങ്ങൾ തട്ടിക്കൊണ്ട് പോയിട്ട് അതിന്റെ പേര് എന്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആ വീട്ടിൽ പോയി താമസിച്ചു? അപ്പോഴൊക്കെ അവരുടെ വീട്ടുകാർ നല്ല വീട്ടുകാരായിരുന്നോ? അവർ ലോൺ എടുത്ത് തന്ന പൈസ തന്നപ്പോഴും നല്ലതായിരുന്നോ?
എനിക്കൊരു പൈസ തന്നില്ല ലോൺ എടുത്ത്. എന്നെ കൊള്ളിച്ച് എന്നെ തന്തേനം തള്ളയും പണക്കിച്ച് എൻ്റെ കയ്യിൽ നിന്ന് 10 അവർ കാലശേഷം തരാനുള്ള 10 സെന്റ് സ്ഥലം എഴുതി വാങ്ങിച്ച് എന്നെ കൊള്ളിച്ച് ലോൺ എടുത്ത്. അതെനിക്ക് ഇന്ന് കുടിശ്ശികയായിട്ട് കിടക്കണം. അല്ല അവരെനിക്ക് ലോൺ എടുത്ത് 1 രൂപ തന്നില്ല. അതിനെന്ത് നഷ്ടം? നിങ്ങളുടെ വസ്തുവിൽ നിങ്ങൾ ലോൺ എടുത്തു, നിങ്ങൾ അധ്വാനിക്കുന്ന ആളല്ലേ, അതിന് കുഴപ്പമൊന്നുമില്ല. അവരെടുത്തോണ്ട് അല്ല മാഡം പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് ബിജുവിന്റെ സത്യസന്ധമായ നിലപാട്. ബിജു ഇപ്പൊ ഇങ്ങനെ ഒരു കേസ് വരുമെന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണോ? ആ കുട്ടിയോട് അങ്ങേറ്റ സ്നേഹം ഉള്ളതുകൊണ്ട് വന്നാണോ? എന്തിന്റെ പേര് വന്നു? സ്നേഹം ഉള്ളതുകൊണ്ട് തന്നെ. അത് കൂടെ വന്ന് താമസിക്കണമെന്നാ? നിങ്ങളുടെ വീട്ടിൽ ആ പീഡനത്തോടുകൂടി താമസിക്കാൻ ആ കുട്ടി ഒരുക്കും. അവിടെ വീട്ടിൽ കയറ്റില്ല. അവര് കയറ്റുന്ന കയറ്റാതിരിക്കും, അവരെ അറിഞ്ഞോളും. അറിയാത്ത വെള്ള ചൊറിയുമ്പോ അറിയും, പിന്നെ അറിഞ്ഞോളും. അവര് കയറ്റിയില്ലെങ്കിലേ ഇവിടെ നിയമമുണ്ട്, ആ കുട്ടിക്ക് ആ വീട്ടിൽ താമസിക്കാൻ. ഞാൻ അവിടെ എന്റെ വീട്ടിൽ എന്റെ അച്ഛനും അമ്മയും കിടക്കുന്നിടത്ത് അവളെ താമസിക്കാൻ കൊണ്ടുപോകത്തില്ല. അവര് വിളിക്കുന്ന അപ്പനെ അമ്മയും അടുത്തും കൊണ്ടുപോകത്തില്ല. മജിസ്ട്രേറ്റ് കോടതിയിൽ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം ഒരു കേസ് കൊടുത്താല് ആ വീട്ടിൽ ആ കുട്ടിയും കുഞ്ഞുമായിട്ട് സുഖമായിട്ട് താമസിക്കും. നിങ്ങളും നിങ്ങളുടെ അച്ഛനും അമ്മയും അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും. നിങ്ങളുടെ അച്ഛനും അമ്മയും ഒന്നും അനുവദിക്കണ്ട. ഇവിടെ അതിന് നിയമമുണ്ട്. ഇയാള് ഉപദ്രവിക്കുമ്പോഴും ഒക്കെ ആ അമ്മ നോക്കി നിൽക്കുകയാണ്. അവര് പറയാണ് അവരെന്തെങ്കിലും വന്ന് തടസ്സം പിടിക്കുകയൊക്കെ ചെയ്തെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഷീ ഈസ് ഓൾസോ ആൻ എബറ്റർ. ഷീ ഈസ് ഈക്വലി ഗിൽറ്റി. അവര് ഇപ്പൊ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു നന്മ ഉണ്ടായിരുന്നെങ്കിൽ ആ സ്ത്രീ ഇങ്ങനെ ഒരു കാര്യമാണ്, ഇങ്ങനെ ഒരു വേദി വന്ന് പറയേണ്ട കാര്യമാണെന്ന് ആ അമ്മയും അച്ഛനും വന്നിട്ട് ഇന്നതാണ് ഇന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞേനെ. അവര് വന്നിട്ടില്ല, അവർക്ക് വരാൻ പറ്റത്തില്ല. പല കാര്യങ്ങളും സത്യമാണെന്ന് അവർക്കറിയാം. മോനെ സപ്പോർട്ട് ചെയ്യാൻ എന്തുകൊണ്ട് വന്നില്ല? മോൻ എന്ത് വിളിച്ചോണ്ട് പോരാ? എന്നിട്ട് ആ പെണ്ണ് ആഹാരം കഴിക്കാതെ കിടക്കുന്നോ ഇല്ലയോ എന്നുള്ള ഒന്നും ശ്രദ്ധയില്ല. മോനെ കെയർ എടുത്ത് ആവശ്യമുള്ള ആഹാരം കാര്യങ്ങളും വെച്ചു കൊടുത്തു അയക്കും. ഇത് ആഹാരം കഴിക്കാതെ പട്ടിണി അവിടെ കിടക്കും. കഷ്ടം. ഇത്രയും ക്രൂരതൊന്നും പാടില്ല. ഞാൻ എന്റെ ഭാര്യയായിട്ട് അവിടെ ജീവിക്കുമ്പോ എന്റെ അമ്മ തരുന്ന ആഹാരമൊന്നും കഴിച്ചുകൊണ്ടല്ല അടക്കുന്നത്. അമ്മ തരുന്നത് അവിടെ എന്തെങ്കിലും വെച്ചിരുന്നാലും അവള് തന്നെ എടുക്കുന്നതും കൈകാര്യം ചെയ്യുന്നതുമല്ല. ഞാൻ കഞ്ഞി കുടിച്ചോണ്ട് നടന്ന സമയത്ത് അവിടെ കൊണ്ടുവച്ച് ചപ്പാത്തിയും ചിക്കനും ഒക്കെ തിന്നാണ്ടും കൊണ്ടാണ് ഞാൻ വന്നിരുന്ന കഞ്ഞി കുടിക്കണാകുമ്പോൾ അവരെന്തെങ്കിലും വന്ന് ചോദിക്കുന്നത്, എനിക്ക് ചോറ് തട്ടാടാ എന്തെങ്കിലും തട്ടാടാന്ന് ചോദിക്കുന്നത്. എന്നിട്ട് ഞാൻ അവരെ ചോറൊന്നും മാറ്റി ഞാൻ ഈ കഞ്ഞിയും കുടിച്ചോണ്ട് തന്നെ കിടന്നത്. അവര് ചിക്കനും പൊറോട്ടയൊക്കെ തിന്നോണ്ട് കിടക്കുമ്പോഴും അവര് ഗവൺമെന്റിൽ നിന്നും പുറത്തൊന്നും മാറ്റോണ്ട് വെച്ച് തിന്നും. അല്ല, നിങ്ങളിപ്പം വെക്കേണ്ടെന്ന് പറഞ്ഞ അവരെ ശിക്ഷിക്കാൻ വേണ്ടിയില്ലേ നിങ്ങൾ കഞ്ഞി വെച്ചത്? അത് തന്നെ ഒരു ശിക്ഷയല്ലേ? ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ പറയുന്ന പിന്നെ എനിക്കെന്തുവാ വില? നിങ്ങൾക്ക് വിലയുണ്ടാക്കാനാണോ ഭാര്യ കഞ്ഞി കുടിച്ചാൽ മതി, ഇറച്ചി മീനും കൂട്ടണ്ട, അല്ലെ നല്ല കറികളൊന്നും കഴിക്കണ്ട, കഞ്ഞി ഉപ്പിട്ട് കുടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതൊക്കെ ഈ ക്രൂരമായ ചില ഈ സാഡിസ്റ്റുകൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ജയിലിൽ പോലും 3 നേരം കഞ്ഞിയല്ലല്ലോ. മാത്രല്ല കുഞ്ഞ് വളർന്നു വരുന്നൊരു കുഞ്ഞ് അതിനെന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കട്ടെ, വേണ്ട കഞ്ഞി കുടിച്ചാൽ മതി. അല്ല മാഡം, ഇവിടെ സെൻട്രൽ ജയിലിൽ പോലും 3 നേരം കഞ്ഞിയല്ല കൊടുക്കുന്നത്. അല്ലേ പറഞ്ഞേ? അതിനേക്കാളും വലിയ ശിക്ഷയാണോ? അത്ര മാത്രം നിങ്ങൾ ഏതൊക്കെ തരത്തിൽ അതിനെ ഇങ്ങനെ ശ്വാസം മുട്ടിക്കാൻ പറ്റും അതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുണ്ടായ അബദ്ധം എന്നു പറഞ്ഞാൽ ആദ്യം മുതലേ അവര് നിങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ കേസ് കൊടുക്കാൻ അവര് വിട്ടുപോയി. അവര് വേണ്ട നിയമ നടപടികൾ ആദ്യമേ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇത്രയും കാര്യങ്ങളൊന്നും ആ കൊച്ചിന് അനുഭവിക്കേണ്ടി വരത്തില്ലായിരുന്നു. അതെ, എന്തായാലും ജീവന് രക്ഷ കിട്ടിയെന്ന് പറഞ്ഞാൽ മതി. എത്ര വട്ടം കൊല്ലാനും ശ്രമിച്ചേക്കുന്നത്. കഞ്ഞി കുടിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും കുഞ്ഞു പറഞ്ഞ അമ്മ എനിക്ക് കഞ്ഞി കുടിച്ച് വിഷം കുടിക്കും പോലെ ഇരിക്കുന്നു, എനിക്ക് 2 പൂരി ഉണ്ടാക്കി താമെന്ന്. അപ്പൊ പുള്ളിക്കാരൻ പറയാ, നിന്റെ അമ്മയ്ക്ക് പൂരിയും ചപ്പാത്തിയും പൊറോട്ടയൊക്കെ മേടിച്ചു കൊടുത്താണ് ഇങ്ങനെ ഒരു പൊക്കയും ഇല്ലാതെ, അതായത് സ്ത്രീധനം ഒന്നും ഇല്ലാതെ ഇങ്ങനെ ആയത്. അതുകൊണ്ട് നീ മരംവെട്ടുകാരൻ്റെ കുട്ടിയാണ്, ആ അവസ്ഥയിൽ നീ വളരാവൂന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ എന്ന് പറഞ്ഞു, മദ്യപിക്കാനും കഞ്ചാവ് വലിക്കാനും പെട്രോൾ അടിച്ച് കൂട്ടുകാരന്മാരോടൊപ്പം കറങ്ങാനും കാശുണ്ട്, കുഞ്ഞിനൊന്നും മേടിച്ചു കൊടുക്കാൻ കാശില്ല എന്ന് പറഞ്ഞു തീരുന്ന മുന്നേ അടിയായി, പ്രശ്നമായി. പിന്നെ ഞാൻ കുറേ കിട്ടിയപ്പോഴത്തേക്കും ഞാൻ കഥ പൂട്ടി മുറിക്കകത്ത് നിന്നു. ഇയാൾ ജന്നൽ വഴി 2 പേരും കോമാളി ഒരു തലയിൽ ഒഴിച്ചു. അവിടെ പശുവുണ്ട്, ജന്നൽ വഴി ഒഴിച്ചു. അതിലും ദേഷ്യം തീരാത്തോണ്ട് കതവിനെയൊക്കെ ചവിട്ടി തുറന്ന് 2-3 പീസായിട്ട് കതവ് പൊട്ടിപ്പോയി. ചവിട്ടി തുറന്ന് കട്ടിൽ പിടിച്ച് തള്ളിയിട്ട് പുറത്ത് കയറിയിരുന്ന് ഞെക്കി, കൊല്ലാനും നീ ഇന്നത്തോടെ ജീവിച്ചത് മതി, നിന്നെ എനിക്ക് വേണ്ടാന്ന് കുറേ കാലം കൊണ്ടേ പറയണം, നിന്റെ അടുത്ത് മരിക്കാൻ പറഞ്ഞാൽ നീ കേൾക്കൂല, അതുകൊണ്ട് ഞാൻ തന്നെ നിന്നെ കൊല്ലാന്ന് പറഞ്ഞിട്ട് കയറിയിരുന്ന് ഞെക്കി. അപ്പോൾ ഇത് കുഞ്ഞവിടെ കണ്ടോണ്ട്, അപ്പം ഞാൻ ഇയാൾ പിടിവിടാത്തത് കൊണ്ട് എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. ഞാൻ ഇയാളെ ബനിയ വലിച്ചു കയറി. മേഡം, കോമാളികളൊക്കെ കോരി ഒഴിച്ചെന്ന് പറയുന്നത് ശരിയാണ്. ബാക്കിയുള്ള അന്ന് ഉപദ്രവിച്ചൊന്നുമില്ല, അന്ന് ദേഹത്തും തൊട്ടില്ല, കഥവ് പൂട്ടിയിട്ടിട്ടാണ് അവള് കിടന്നത്. അതുകൊണ്ട് പ്രണയിച്ച് കല്യാണം കഴിച്ചാണ്, കഥവ് പൂട്ടിയിട്ടിട്ടാണ് കിടന്നത്. കഥ തുറക്കാൻ പറ്റാത്തതുകൊണ്ട് ആ വ്യാവിലാണ് കോമാളി വെള്ളം കോരി ഒഴിക്കുന്നത്. കോമാളി വെള്ളം കോരി ഒഴിക്കണ തന്നെ എന്റെ അമ്മയായിട്ട് റബ്ബർ വെള്ളം കിടക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ടാണ് കോരി ഒഴിക്കുന്നത്. മാഡം, ഇതാണ് രമ്യ. രമ്യ നമ്മൾ ആ ക്ലിപ്പിംഗ്സ് ഒക്കെ ഇവിടെ ഇട്ട് കാണിച്ചു, ജഡ്ജിങ് പാനലിന് ഇട്ട് കാണിച്ചു. അതല്ലാതെ നേരത്തെ തന്നെ പാനലെല്ലാം കണ്ടതാണ്. അപ്പം ബിജു ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ രമ്യയുടെ ആവശ്യം എന്താണെന്നുള്ളത് രമ്യ പാനലിനെ അറിയിക്കണം, എന്താ ചെയ്യേണ്ടതെന്നുള്ളത്.
ഇത് പല കാര്യങ്ങളും സംഭവിച്ചിട്ടില്ല എന്ന് പതിവ് പോലെ അദ്ദേഹം നിഷേധിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അടിച്ചിട്ടില്ല. രമ്യയുടെ അവരുടെ അച്ഛനും അമ്മയോടും അദ്ദേഹത്തോടും ഒക്കെ രമ്യയുടെ പെരുമാറ്റവും മോശപ്പെട്ട കാര്യങ്ങളും കൊണ്ടാണ് തല്ലേണ്ടിയൊക്കെ വന്നിട്ടുള്ളതെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ വീട്ടുകാർ അയാളെ വെറും കോമാളിയായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ വീട്ടിൽ താമസിക്കാതെ വന്നത്. 10 സെന്റ് സ്ഥലം അയാളുടെ പേരിൽ എഴുതി വെപ്പിച്ചിട്ട്, ലോണും വെപ്പിച്ചിട്ട് അത് കുടിശ്ശികയായിട്ട് കിടക്കുകയാണ്. ഇപ്പം അയാളുടെ വിഭാഗമായിട്ട് കിടക്കുകയാണ്. ഒരു ലോൺ എടുത്ത് എന്തോ പൈസ കൊടുക്കാമെന്ന് നിങ്ങളായിട്ട് അങ്ങോട്ട് പറഞ്ഞു. എന്നിട്ട് ലോൺ കിട്ടിയ ദിവസം പ്ലാൻ ചെയ്ത് നിങ്ങളുടെ അച്ഛനും അമ്മയും പോയി. അതൊക്കെ സത്യമുണ്ട്? ഇല്ല മാഡം, ഞാൻ ഇറങ്ങിപ്പോയ സമയം തൊട്ട് ഞാൻ എല്ലാം പറഞ്ഞായിരുന്നല്ലോ, എൻ്റെ വിഷമങ്ങളെല്ലാം പറഞ്ഞായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ ചേട്ടൻ ഞങ്ങളുടെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴത്തേക്ക് എനിക്ക്, ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ ജീവനെക്കാളും എല്ലാത്തിനേക്കാളും ഞാൻ പുള്ളിക്കാരനെ സ്നേഹിച്ചു പോയി. ഇപ്പോൾ ഈ നിമിഷം വരെയും അതിനൊരു മാറ്റം വന്നിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരാളുടെ മുമ്പ് ഈ മനുഷ്യൻ തല കുനിക്കരുത്, ആരുടെ മുമ്പ് ഒന്നിനും തെണ്ടരുത്. അപ്പോൾ ഞാൻ വീട്ടുകാരോട് സംസാരിച്ചപ്പോഴത്തേക്കും അവർക്കുള്ളത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിയുന്ന എന്തെങ്കിലും ചെയ്യാമെന്നുള്ള ഒരു തീരുമാനം. അപ്പോൾ അതൊന്നും അല്ല പ്രശ്നമായിരുന്നത്. എൻ്റെ ഹോസ്പിറ്റലിൽ എന്നെ എങ്ങനെയെങ്കിലും സുഖപ്പെടുത്തണം എന്നുള്ളതായിരുന്നു അവരുടെ പ്രശ്നം. അങ്ങനെ 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ അവിടെ ഒരു ഷെഡ് വെച്ച് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ആ പ്രാബന്ധം അതോടുകൂടെ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ്. കാരണം ഇവരെ വീട്ടുകാരുമായിട്ട് സഹകരിച്ചു, അച്ഛനും അമ്മയും ഒന്നിച്ചു. പിന്നെ അതോടെ പ്രശ്നങ്ങൾ തുടങ്ങി. അപ്പോൾ അമ്മയും അവരുടെ സഹോദരങ്ങൾക്കും എല്ലാം സ്ത്രീധനമായി പ്രശ്നം. അപ്പോഴാണ് എൻ്റെ ചേച്ചിയുടെ കല്യാണം. അപ്പോൾ പുള്ളിച്ചേട്ടൻ പറഞ്ഞ സത്യം. അപ്പോൾ 50 സെന്റ് സ്ഥലവും വീട് ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ അത് ലോണായിരുന്നു. പപ്പ മുമ്പേ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ലോണായിട്ട് നോട്ടീസ് വരെ വന്നു കിടന്നതാണ്. അപ്പോൾ അത് ചേച്ചിക്കെങ്കിലും നല്ലൊരു ജീവിതം കിട്ടും. എൻ്റെ ജീവിതം കാരണം നാണക്കേടാ. പിന്നെ നാട്ടുകാർക്ക് മൊത്തം നാണക്കേടാ. അമ്മയ്ക്കും പപ്പയ്ക്കും ഒന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ അവക്കെങ്കിലും ഒരു നല്ലൊരു ജീവിതം കിട്ടണമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഈ സ്ഥലം ഒരു ആലോചന വന്നപ്പോഴത്തേക്ക് നല്ലൊരു അണ്ണന, വേറെ ദുർസ്വഭാവങ്ങളൊന്നുമില്ല. അപ്പോഴത്തേക്ക് ഈ 40 സെന്റ് സ്ഥലവും ചേച്ചിയുടെ പേരിന് എഴുതി കൊടുത്ത് അവർക്ക് മാരേജ് ആവാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഒരു നീതികേടുണ്ട് അവർ ചെയ്തതില്. അങ്ങനെ 40 സെന്റും കൊടുത്തപ്പോഴേ അതാണ്. അപ്പൊ അങ്ങ് കൊടുത്ത കല്യാണമൊക്കെ ആലോചിച്ചു. അവര് കൊടുത്തോട്ടെ, അവരോട് ഒന്നും ചോദിക്കാൻ പോയില്ല. അവരെന്തിനാണ് എൻ്റെ കൂടി 3 എവളെ എന്നാന്ന് എൻ്റെ കൂടി പറയണത്? അത് തരാം ഇത് തരാം. എവളെ എൻ്റെ കൂട്ടുകാരെല്ലാം കളിയാക്കിക്കൊണ്ട് നടക്കുമായിരുന്നു. നിനക്ക് പൾസർ എടുത്ത് തരാടെ, ബുള്ളറ്റ് വേണോ, ഇതെല്ലാം വന്ന് എവിടെ എന്നെ എൻ്റെ കൂടി പറയണത്. എന്നെയും ബാക്കിയുള്ളവരെല്ലാം കളിയാക്കും. എന്താണ് അതിന് പോകണം? ഞാൻ അവരോട് എന്തെങ്കിലും ചോദിക്കാൻ പോയ, 1 രൂപ ചോദിക്കാൻ പോയ? നിന്റെ ആൾക്കാരോട് ചോദിച്ചേനെ. ഞാൻ അന്നും പറയുന്ന ചേട്ടനോട് എന്നെ ആത്മാർത്ഥത്തോട് സ്നേഹിക്കണം, എനിക്ക് അതേ ആവശ്യമുള്ളൂ. നിങ്ങളുടെ പണോ നിങ്ങളുടെ സൗന്ദര്യം വേറെ ഒന്നുമല്ല. എനിക്ക് നിങ്ങളുടെ പണോ നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടില്ല, നീ എന്നെ അന്വേഷിച്ചിട്ടില്ല, നിനക്ക് ഉടുതുണി മാറ്റി തന്നിട്ടില്ല. നീ ഇതൊക്കെ അല്ലേ ഇവിടെ പറഞ്ഞത്? ഇനി ഇതിൽ കൂടുതൽ എന്തോന്ന് പറയാ? അപ്പൊ ഞാൻ വിചാരിച്ചത് എന്തെങ്കിലുമൊക്കെ അപ്പൊ എന്നെ കൊണ്ടൊന്നും കഴിയൂല. സത്യം വേണ്ട, എന്നെ കൊണ്ടൊന്നിനും കഴിയൂല. അപ്പൊ ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്കിതെങ്കിലും പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഓരോ ദിവസം അപ്പൊ അങ്ങനെയെങ്കിലും ഒരു സമാധാനം കിട്ടട്ടെ, അപ്പൊ ഒരു പ്രതീക്ഷ കൊടുക്കുമ്പോഴത്തേക്കും എന്നുള്ള ഇതുകൊണ്ടാണ് ഓരോ ദിവസം പുള്ളിക്കാരൻ, ഞാൻ സത്യം, അതായത് പുള്ളിക്കാരൻ പറഞ്ഞ സത്യം, ഓരോ ദിവസം ചേട്ടാ നമുക്ക് ബൈക്ക് വാങ്ങിക്കാം എന്തെങ്കിലുമൊക്കെ ഓരോന്ന് പറയുമ്പോ പുള്ളിക്കാരൻ കാര്യമായിട്ട് സ്വന്തം മോളെ പേരിന് എഴുതാൻ നോക്കി. അതൊക്കെയാണ് അവളെ സന്ധ്യം ചെയ്തിട്ടുള്ള ഗുണങ്ങള്. ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിച്ച വണ്ടിയെ അവളെ പേരിന് എഴുതാൻ നോക്കിയതാണ്. എന്റെ പേരിന് എഴുതണ്ട, മോളെ പേരിന്. പോയപ്പോഴത്തേക്ക് ഒരു പൊട്ടത്തരം പിടിച്ചൊരു മാമനാ. അപ്പൊ ആ മാമൻ പറഞ്ഞു നിങ്ങളുടെ പേരിനിരിക്കുന്ന വണ്ടി മകളുടെ പേരിനോട്ട് എഴുതല്ല. എന്റെ പപ്പ മനസ്സുകൊണ്ട് അറിഞ്ഞ കാര്യമല്ല. അപ്പോഴത്തേക്കും ചേട്ടൻ അവിടെ നിൽക്കുക. പപ്പയും പറഞ്ഞു വേണ്ട, ഇപ്പൊ ചേട്ടന്റെ പൈസയ്ക്ക് ആ വണ്ടി എടുത്തത്. അപ്പൊ വണ്ടി CC മുടങ്ങി കിടന്നു. ഞാൻ പറഞ്ഞില്ല ഒരു പുള്ളിക്കാരനായിട്ട് അടി ഉണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ ഒളിവിലായിരുന്നു, 3-4 മാസം വരെ ഒളിവിലായിരുന്ന സമയത്ത് CC അടയ്ക്കത്തൂല്ല. ഞാൻ ഫോൺ വിളിക്കുമ്പോഴത്തേക്കും അന്ന് സ്വഭാവം എങ്ങനെയാ, ഇപ്പോഴും സ്വഭാവം എങ്ങനെയാ, ഫോൺ എടുത്താൽ തെറിയെ വിളിക്കത്തുള്ളൂ. അപ്പൊ ഫോൺ എടുക്കത്തൂല. അപ്പൊ ഞാൻ തെറിയെങ്കിലും വിളിച്ചാലെങ്കിലും അയാൾ അങ്ങനെയെങ്കിലും ഒരാളുടെ സ്വരമെങ്കിലും കേൾക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോഴെനിക്ക് ഫോണൊന്നുമില്ല, ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒന്നുമില്ല എൻ്റെ കയ്യിൽ. നിസ്സാരം പറഞ്ഞ് ഇന്നും എനിക്ക് ഐഡന്റിറ്റി കാർഡ് പോലും ഈ ഒരു 2-3 മാസം ആയതുള്ളൂ എനിക്ക് ഐഡന്റിറ്റി കാർഡ് ഇട്ട്. ഒന്നിനും വിടത്തില്ല, ഒരു ആവശ്യത്തിനും വിടത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ആരെങ്കിലും ഒക്കെ ഫോൺ മേടിച്ച് വിളിക്കുമ്പോൾ പറയുന്നുണ്ട്. അപ്പോഴാണ് എൻ്റെ പപ്പ 1 ലക്ഷം രൂപ പിന്നൊക്കെ കോർപ്പറേഷൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത്. അപ്പോൾ 50,000 രൂപ ചേട്ടന് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ വണ്ടി എടുത്ത സമയത്തിനൊന്നും വീട്ടിൽ വരില്ല. 12 മണി 1 മണിയൊക്കെ. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു പപ്പ ഈ ലോൺ ഞാൻ തന്നെ പപ്പയോട് പറഞ്ഞു ഈ ലോൺ എടുത്ത് ചേട്ടന് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് തന്ന വകയാവും, അടച്ചാലും അടച്ച്. ഇപ്പോൾ പിന്നീട് വണ്ടിയൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ ഒത്തിരി അല്ലെങ്കിൽ കൂട്ടുണ്ടെന്നിരുന്നാലും ഒത്തിരി കൂട്ടാവും, സമയത്തിന് വീട്ടിലൊന്നും വരത്തില്ലാതെ. അപ്പോൾ പറഞ്ഞു പൈസ കൊടുക്കണ്ട, ചിലപ്പോൾ അടയ്ക്കാൻ പറ്റില്ല, പപ്പ ഫർണിച്ചർ ഇൻസ്റ്റാൾമെൻറ്റ് തുടങ്ങുന്നെന്ന് പറഞ്ഞു. അപ്പോൾ പപ്പ അത് ചെയ്താൽ മതി, തരണ്ടാന്ന് പറഞ്ഞു.
അപ്പൊ അതുകൊണ്ട് ചേട്ടൻ വിളിച്ചു പറയാം നിന്റെ അപ്പ 1 ലക്ഷം രൂപ ലോൺ എടുത്തല്ല, അത് വാങ്ങിച്ച് ചിലപ്പോൾ ഞങ്ങൾക്ക് ഞാൻ ജോലിക്കൊന്നും പോകില്ല, വീട്ടിലായിരുന്നു, കുഞ്ഞു ചെറുതായിരുന്നു. ഞങ്ങൾക്ക് അപ്പോഴേ ഈ പ്രശ്നം അമ്മയും അച്ഛനും ഒക്കെ അമ്മയും പപ്പയും മാടത്തിലാണ് താമസിക്കാൻ പോയത്. അപ്പോഴത്തെ ഞാനും കുഞ്ഞു വീട്ടിൽ തന്നെ. അപ്പൊ വിളിക്കുമ്പോൾ പറയാം അപ്പനോട് ചിലവ് നടത്താൻ പറയണം, അപ്പൻ്റെ 1 ലക്ഷം രൂപ ഉണ്ട്, അത് വാങ്ങിച്ച് ചിലവ് നടത്താൻ പറയണം എന്നൊക്കെ പറയാം. അപ്പൊ ഞാൻ ഈ ചിലവിനും പൈസയ്ക്കും ഒന്നും അല്ല വിളിക്കുന്നത്, എന്തെങ്കിലും ഒരു സമാധാനത്തിന് ഒരു വാക്ക്, അല്ലെങ്കിൽ ഞാൻ അങ്ങ് വരട്ടെ, അല്ലെങ്കിൽ എല്ലാം ശരിയാക്കാം എന്നൊക്കെ ഉള്ള എന്തെങ്കിലും ഒരു സമാധാനം. പക്ഷെ അതൊന്നും പറയൂല. എന്തെങ്കിലും ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഫോൺ കട്ട് ചെയ്യും. പപ്പയൊക്കെ അമ്മയൊക്കെ അറിയുവാണെങ്കിൽ ഇഷ്ടം പോലെ വഴക്കുറഞ്ഞ് കരയാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഫോൺ വിളിക്കണേന്ന് ചോദിക്കും. അതെല്ലാം കഴിഞ്ഞിട്ട് ഈ ചേട്ടൻ പിന്നീട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പിന്നീട് ലോണിന്റെ പൈസ കൊടുക്കൂല എന്നൊക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നമൊക്കെ ആയി. ഇപ്പൊ ചേട്ടൻ 3 മാസം കഴിഞ്ഞാൽ വരുന്നത്. അപ്പൊ ഈ 4 മാസം വരെ വണ്ടിയുടെ CC അടയ്ക്കൂലായിരുന്നു. അപ്പൊ അതും പപ്പ അടച്ചോണ്ടിരുന്നു. അപ്പൊ പിന്നീട് പ്രശ്നമായി. ചേട്ടൻ വണ്ടി എവിടെയെങ്കിലും കൊണ്ട് ഭയങ്കര ഓവർ സ്പീഡിനാ പോകുന്നത്. നാട്ടുകാർക്കൊക്കെ അറിയാം പുള്ളിക്കാരന്റെ ഒരു പൈസ CC അടച്ചിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ലോൺ എടുത്താണ് അത് ക്ലോസ് ആക്കിയ മുടങ്ങി കിടന്നില്ല. അപ്പൊ 4 മാസം വരെ പപ്പ CC അടച്ചു. CC അടച്ചപ്പോഴത്തേക്കും പപ്പ പറഞ്ഞു എന്തെങ്കിലും പ്രശ്നം, ആൾക്കാർ തന്നെ പറഞ്ഞു എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റി കഴിഞ്ഞാൽ പപ്പയുടെ കാരനെ വണ്ടി ഇരിക്കണം. അപ്പൊ പുള്ളിക്കാരന്റെ വീടായിട്ടൊന്നും സഹകരിക്കാത്തത് കൊണ്ട് പപ്പയുടെ കാര്യം രസീത് വെച്ചാൽ വണ്ടി പപ്പയുടെ പേരിന് എടുക്കാൻ കാരണം. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ പപ്പ എന്നെ കൊടുങ്ങും. അതുകൊണ്ട് സ്വന്തം അവരെ പേരിന് വിട്ട് ആക്കാൻ പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ 1 ലക്ഷം രൂപ അതിന് വേണ്ടിയിട്ടല്ല, അതിന് മുന്നേ ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തായിരുന്നു. ലോണെല്ലാം സാക്ഷനായി 1 ലക്ഷം രൂപ. അപ്പൊ എന്റെ സമ്മർദ്ദത്തിൽ കൂടെ തന്നെ ഈ 75,000 രൂപ ഈ അക്കൗണ്ടിൽ നിന്ന് എൻ്റെ പേരിന് ലോൺ എടുത്തത് ചേട്ടൻ്റെ സ്ഥലം വെച്ചിട്ട് എൻ്റെ പേരിന്. അപ്പം ഈ അക്കൗണ്ടിൽ നിന്ന് ഞാൻ തന്നെ 75,000 രൂപ എടുത്ത് പപ്പയായിട്ട് പോയി ലോൺ ക്ലോസ് ചെയ്ത് വണ്ടിയുടെ ബുക്കും പേപ്പറും ഒക്കെ മേടിച്ച് നെടുമങ്ങാട് പോയി എഴുതാൻ പോയി. അപ്പോഴത്തേക്കാണ് ആ ഒരു മാമൻ, ഞങ്ങൾ മനസ്സറിഞ്ഞതല്ല മാഡം, എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ആ മാമൻ പറഞ്ഞു മോളുടെ പേരിന്. അപ്പം അച്ഛൻ്റെ അവരറിയുന്നില്ലല്ലോ കാര്യം എന്താണെന്ന് അവരറിയുന്നില്ല. അച്ഛൻ്റെ അവകാശം മോക്ക്, അപ്പം മോളുടെ പേരിനായിട്ട് ബൈക്കാക്കാന്ന് പറഞ്ഞു. അപ്പോൾ പപ്പയും ഞാനും ഈ ചേട്ടനും ഒരേ സ്വരം തന്നെ അത് വേണ്ട ചേട്ടൻ്റെ പേരിനപ്പം, കാരണം അവരെ ബൈക്ക് അവരുടെ ആവശ്യത്തിനുള്ളത്, അപ്പൊ അവരുടെ പേരിനാക്കാം. അതാണ് ഇപ്പൊ പറഞ്ഞത്. അവിടുന്ന് പറഞ്ഞിട്ട് മാറിയെന്നതേ ഉള്ളൂ, അല്ല ഒരേ സ്വരത്തിലൊന്നും പറഞ്ഞില്ല. അവര് നല്ലതുപോലെ എന്റെ കൂടി പറഞ്ഞു അവളെ പേരിന് എഴുതാന്ന്. ശരി പോട്ടെ. അപ്പൊ ആ 2 സ്വരത്തിൽ പറഞ്ഞതല്ല ഇവിടെ ഇഷ്യൂ. ഈ പെണ്ണിനെ ഉപദ്രവിക്കുകയും ഗാർഹിക പീഡനം. ഇല്ല മാഡം, എന്നോട് പറയാ നീ പുഴുത്തേ മരിക്കത്തുള്ളൂ, ഞാൻ പുഴു വരിച്ചേ ജീവിക്കത്തുള്ളൂ, സാരമില്ല എങ്ങനെ ജീവിച്ചാലും അത് എന്റെ വിധിയായിരിക്കും, ചിലപ്പം കുഴപ്പമില്ല. പക്ഷെ നീ അങ്ങനെയുള്ള വാക്കുകളല്ലേ നീ അമ്മയെ കൂട്ടിവെച്ചെന്ന് പറഞ്ഞത് സത്യം, ഞാൻ പറഞ്ഞത് സത്യം, കള്ളമെന്നും ഞാൻ എന്ത് പറഞ്ഞിരുന്നാലും എന്റെ അപ്പനെ കൂട്ടിവെച്ച് തന്നെ പറയുള്ളൂ. ആ പുറത്ത് പറയാൻ പറ്റാത്ത വാക്കുകൾ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ കാര്യം ചേട്ടൻ എടുത്തുകൊണ്ട് പറയാം. അവയവങ്ങൾ വരെയും വിളിച്ചു പറഞ്ഞിട്ടാ ഓരോന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കും അവരെ കോമൺ സെൻസ് അവർക്ക് അത്ര ഉള്ള അറിവേ ഉള്ളൂ. പിന്നെ അങ്ങനെ ആയി വന്നപ്പോഴത്തേക്കും അന്ന് ഒത്തിരി പ്രശ്നമായതാ. അപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് പറഞ്ഞു നിന്റെ അപ്പനെ കൂടെ നീ ജീവിക്കുന്നു അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അമ്മയെ വെച്ചിട്ട് ചേട്ടൻ സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ആണേല് എൻ്റെ അമ്മയായിട്ടുള്ള അങ്ങനെ ആണേല് നിങ്ങൾ അമ്മയെ അങ്ങനെ കാണുമായിരിക്കും പറഞ്ഞു. മേഡം ഞാൻ ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞു, ആ വാക്ക് പറഞ്ഞു. എന്നിട്ട് പറയാ ഞാൻ അമ്മയെ കൊണ്ട് പോയിട്ട് വരട്ട്, പാല് കൊണ്ട് ബൈക്കിനാ പോകുന്നത്, അപ്പോൾ പാല് കൊണ്ട് പോയിട്ട് വരട്ട്, എന്നിട്ട് ബാക്കി പിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എവിടെയെന്ന് വെച്ചാൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ സത്യം ഇല്ലാന്ന് ഞാൻ പറഞ്ഞത്, കാരണം അത്രയ്ക്ക് നിവർത്തി കേട്ടിട്ടാ. കാരണം എൻ്റെ പപ്പയും അമ്മയും ഞങ്ങളൊരു സുഹൃത്തുക്കളോ പോലെ 4 പേരും വളർന്നത്. വല്ലാതെ എന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എനിക്ക് എന്നെ ആർക്കും ഇഷ്ടമില്ല എന്നെ കൊണ്ടുപോകണമെന്ന് അപേക്ഷിച്ചിട്ടൊന്നും അല്ല മേഡം കൊണ്ടുപോയത്. എന്നിട്ട് പുള്ളിക്കാരൻ പിന്നീട് പറയും ഞാൻ മദ്യത്തിന്റെ പുറത്ത് നിന്നെ കൊണ്ടുപോയത്, എൻ്റെ ജീവിതത്തിൽ നീ ഒരു ബാധ്യതയാ. ഒരു ദിവസം മേഡം സത്യം ഞാൻ അന്നൊന്ന് കാര്യമാക്കി എടുത്തിട്ടില്ല. ഒരു ദിവസം രാത്രി എൻ്റെ കാല് പിടിച്ചു പറയാൻ നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു തരുവരും. എന്നൊന്നും ഇത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിക്കുക എന്തെങ്കിലും ലഹരിയുടെ പുറത്തായിരിക്കും. നിന്നെ ഒരു മന്ത്രിയുടെ മോളെ പോലെ ഞാൻ നോക്കിക്കോളാം, നിനക്കൊരു കുറവും ഞാൻ വരൂല, പക്ഷെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു തന്നേ പറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ ഇവരെ ക്രൂരമായിട്ടുള്ള രീതികളും ചിന്തകളും വെച്ച് അത് ചിന്തിക്കുമ്പോ അന്ന് അയാൾ മനസ്സോട്ടാ സത്യം. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടുള്ള ഇതെല്ലാം ആരോ പറയിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത്. എന്നിട്ട് ഞാൻ ബോധം വീണപ്പോ ഞാൻ പിറ്റേന്ന് ഇയാളോട് പറഞ്ഞു അതൊക്കെ അപ്പോഴത്തെ കാര്യത്തിനാണ്, ഞാൻ അതൊക്കെ പോട്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് ഈ ക്രൂരതകൾ ചെയ്യുമ്പോ അന്ന് പറഞ്ഞ ആ വാക്ക് എന്റെ മനസ്സിലെന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല മാഡം, ഇതെല്ലാം ചുമ്മാ പറയുന്നതാണ്. എന്നിട്ട് ഇവിടെ മാഡം വിളിച്ച് സംസാരിച്ചിട്ടൊക്കെ പോയ 3-ാം പക്കം ചേട്ടൻ എന്നെ ഫോണിൽ വിളിച്ചായിരുന്നു 12:30. അപ്പൊ ഇവിടുന്ന് മാഡം എന്നെ വിളിച്ചു ചോദിച്ചു വിളിക്കാറുണ്ടോ? ഇല്ല മാഡം എന്നാ മാഡത്തിനോട് കള്ളം പറഞ്ഞത്.
അപ്പം 12:30 വിളിച്ചപ്പോഴത്തേക്കും ഞാൻ ഫോൺ എടുത്ത് അപ്പോൾ ടെലികാസ്റ്റ് ഒന്നും ആയില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല, ഇവിടെ സംസാരിച്ച് എന്താണെന്നൊന്നും പുള്ളിക്കാരൻ അറിഞ്ഞിട്ടില്ല. നീ ചത്തില്ലേടിയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇതാരപ്പാന്ന് പറഞ്ഞ് പിന്നെ ഫോൺ കോൾ നോക്കുവാണ് ആരെന്ന്. അപ്പോൾ ചേട്ടൻ തന്നെ. അപ്പം പിന്നെ ചോദിച്ചു നീ ചത്തില്ലേടി? എന്ന് പറഞ്ഞിട്ട് പറയാം നീ എന്തോന്ന് പറഞ്ഞാണ് കൈരളിയിലും വനിതാ സെല്ലിലും ഒക്കെ കേസ്, വനിതാ സെല്ലിൽ കേസ് കിടക്കും, നാളെ വിളിച്ചിരിക്കുക വനിതാ സെല്ലിൽ. നാളെ വിളിച്ചിട്ട് പുള്ളിക്കാരൻ വന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ വേണമെന്നും പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവൻ കിടക്കും കാലം ഞാൻ അറ്റം വരെയും പോകണം, എനിക്ക് നിങ്ങളെ കിട്ടണം. നിങ്ങളുടെ പണമോ വേറെ ഒരു സൗഭാഗ്യമല്ല, എനിക്ക് നിങ്ങൾ മാത്രം മതി. എന്റെ പണം മതി, എന്റെ പണം ഞാൻ കഷ്ടപ്പെട്ടു ചുമ്മാ ഇരിടെ.